കഴിഞ്ഞ 21 വർഷത്തിനുള്ളിൽ പാലാ മെത്രാൻ പിരിച്ച ആയിരക്കണക്കിന് കോടികൾ എവിടെ? ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും പാലാ രൂപതയിലെ കത്തോലിക്ക സഭാംഗങ്ങൾക്ക് ഇതുവരെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലെന്നും അവർ കല്ലറങ്ങാട്ട് മെത്രാൻ എന്ന നാടുവാഴിയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിലാണെന്നുമാണ് വിശ്വാസികൾ പറയുന്നത്. അദ്ദേഹം 2004 പാലാ മെത്രാനായി ചുമതലയേൽക്കുന്നത്. കഴിഞ്ഞ 21 വർഷമായി പ്രതിവർഷം നൂറുകണക്കിന് കോടികളാണ് വിശ്വാസികളിൽ നിന്നും സഭയുടെ സ്ഥാപനങ്ങളിൽ നിന്നും തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള പള്ളികളിൽ നിന്നും ഇദ്ദേഹം കൊണ്ടുപോകുന്നത്. ഇതിനൊന്നും യാതൊരു വിധത്തിലുള്ള വരവ് ചെലവ് കണക്കുകളും വിശ്വാസി സമൂഹത്തെ ബോധിപ്പിക്കുന്നില്ല എന്നാണ് അവരുടെ പരാതി. ഇതുവരെ മെത്രാൻ പിരിച്ച പണത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കണം, അല്ലാത്ത പക്ഷം ഇദ്ദേഹത്തിന് ഇനി 10 പൈസ കൊടുക്കരുത് എന്നാണ് വിശ്വാസികൾ പറയുന്നത്. സ്വന്തമായി പണം മുടക്കാതെ കുടുംബസ്വത്ത് പോലെ മാർസ്ലീവ ആഡംബര ആശുപത്രി നടത്തിക്കൊണ്ടുപോകുന്നു. ഇതിന്റെ പേരിൽ ഇപ്പോഴും കോടികൾ പിരിക്കുന്നു, കോടികൾ വായ്പ എടുക്കുന്നു. 10-12 പ്രൊഫഷണൽ കോളേജുകൾ, നൂറുകണക്കിന് സ്കൂളുകൾ, ആയിരക്കണക്കിന് കോടിയുടെ സ്വത്തുവകകൾ, വമ്പൻ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ. അരുവിത്തുറ മാത്രമല്ല, അൽഫോൻസാമയുടെ നേർച്ചപ്പണവും 171 ഇടവകളിൽ നിന്നുള്ള കപ്പം പിരിവും ഒക്കെയായി വർഷാവർഷം ആയിരക്കണക്കിന് കോടികളുടെ വരുമാനം. എന്നിട്ടും കടുത്ത ദാരിദ്ര്യം. വിശ്വാസികളോട് തെണ്ടലിനുള്ള മാർഗരേഖ പോലും പ്രിന്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇറച്ചിയും മീനും പോലും ഉപേക്ഷിച്ച് അതും മെത്രാന് കൊടുക്കുവാനാണ് കല്ലറങ്ങാട്ട് ആവശ്യപ്പെടുന്നത്. എന്ത് ഗുണ്ടായുസത്തിനും പിടിച്ചുപറിക്കും റെഡിയായി 171 ഇടവക വികാരിമാരും കന്യാസ്ത്രീകളും. ഇടയ്ക്കിടയ്ക്കുള്ള സ്വീകരണ പരിപാടികളിൽ പാടിപ്പുകഴ്ത്തുവാൻ MLA-മാരും സംസ്ഥാന മന്ത്രിമാരും മാധ്യമങ്ങളും. അകമ്പടി സേവകരായി പോലീസും. ഒരൊറ്റ മാധ്യമങ്ങൾ പോലും ഇദ്ദേഹത്തിനെതിരായി വാർത്ത എഴുതില്ല. എന്തൊരു സുഖം! ദൈവത്തമ്പുരാന് പോലും ഇത്രയും സുഖങ്ങളും അധികാരങ്ങളും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 21 വർഷത്തെ സകല സാമ്പത്തിക ഇടപാടുകളും സ്വത്തുവകകളും അന്വേഷിക്കുകയും ഇദ്ദേഹത്തിൻ്റെ കള്ളപ്പണ ഇടപാടുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് പാലാ രൂപതാംഗങ്ങൾ തന്നെ കേന്ദ്ര ഏജൻസികളെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ്. സമൂഹത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കത്തക്ക വിധത്തിൽ ഇദ്ദേഹം മുസ്ലിം സമുദായാംഗങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ ലവ് ജിഹാദ് പരാമർശവുമായി വന്നത് ED റെയ്ഡിൽ നിന്നും രക്ഷപ്പെടുവാനും കേന്ദ്ര സർക്കാരിനെ സുഖിപ്പിക്കുവാനുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇദ്ദേഹം സ്വയം പരിഹാസ്യനായി തീർന്നു ആ പരാമർശത്തിലൂടെ. സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മയാണെന്നും വിശ്വാസികളുടേതാണ് സഭയെന്നും അരപ്പട്ട കെട്ടിയ പ്ലം കേക്ക് തൊപ്പിവെച്ച കൂതാശപ്പടിക്കാരന്മാർ വിശ്വാസികളുടെ വെറും ജീവനക്കാരാണെന്നും മനസ്സിലാക്കിയ സ്ത്രീകൾ വരെ ഈ നൈറ്റിയിട്ട സ്വേച്ഛാധിപതിക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയത് കേൾക്കുക. സഭ എന്ന് പറഞ്ഞാൽ വിശ്വാസികളാണ്, വിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭയായിട്ട് വന്നേക്കണം, അല്ലേ? അതിൽ നിന്ന് വിശ്വാസികൾ തന്നെ തിരഞ്ഞെടുത്ത ആൾക്കാർ മുകളിലേക്ക് വരുന്നു എന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ അവരിതിൻ്റെ സർവാധികാരികളാവോ? ക്രിസ്തീയ സഭയിൽ വിശ്വസിച്ച് ജീവിച്ചു പോരുന്നവർക്ക് അവർ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നിയമത്തിനെതിരായ തെറ്റോ രാഷ്ട്രത്തിനെതിരായ തെറ്റോ, അല്ലാണ്ട് ഇവർ പറയണ നിയമമല്ല കേട്ടോ. ഈ മുകളിൽ കയറി അരപ്പട്ടയും കെട്ടി തലയിൽ തൊപ്പിയും വെച്ചിരിക്കുന്നവർ പറയണതല്ല നിയമം. ബൈബിളിന് അനുഷ്ഠിതമായിട്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നയാൾ, അയാൾക്ക് വേറെ തരത്തിലൊരു തെറ്റുമില്ല. ഇവർ ചോദിച്ച പിരിവ് കൊടുത്തില്ല, അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഇടവകപ്പള്ളിയിൽ വന്നില്ല, പിന്നെ വേറെ കുറേ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അയാൾ അങ്ങനെ ചെയ്തില്ല, പള്ളിപ്പണിക്ക് ചോദിച്ചിട്ട് കൊടുത്തില്ല, പിന്നെ കല്യാണത്തിന് ഇത്രയും പിരിവ് ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നൊക്കെ പറയണതല്ല തെറ്റ്. വിശ്വാസത്തിനെതിരായ തെറ്റ്, ബൈബിളിനെതിരായ തെറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആളെ പിന്നെ അതിന് തന്നെ ശിക്ഷിക്കാൻ ഇവിടെ കോടതി നിയമങ്ങൾക്കുള്ളതാണ്. അവരാണ് ഇവരാരെ പുറത്താക്കാൻ? അത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യം അല്ലേ? വിശ്വാസികൾ സഭയിൽ, സഭ ആരുടെയാ? സഭ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭ. അങ്ങനെയാണല്ലോ സഭ. ഈ വിശ്വാസികൾ ആരും ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സഭ, സഭ എന്തെന്ന് പറഞ്ഞാൽ സഭ ഉണ്ടാക്കണേ? അത് മനസ്സിലാവുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ ആര് ചോദിക്കും? പൂച്ചയ്ക്ക് ആരും മണി കെട്ടും എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ കാര്യം. ഇവർ കയറി അങ്ങ് തീരുമാനിക്കുകയല്ലേ സിനഡ് കുർബാന വേണം. എന്തുകൂടെ സിനഡ്? വാട്ട് സിനഡ്? എന്താ സിനഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വിശ്വാസിയും സഭയുടെ ഭാഗങ്ങളാണ്. വിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭ എന്ന് പറഞ്ഞാൽ. അത് സഭ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന സാധനത്തിനകത്തേക്ക് നമ്മളങ്ങ് ചെന്നതല്ല. നമ്മൾ ഒരു വിശ്വാസി, 2 വിശ്വാസി, അങ്ങനെ ആൾക്കാർ കൂടുതലായപ്പോൾ അവർ പൈസ എടുത്ത് അല്ലെങ്കിൽ അവർ സ്ഥലങ്ങൾ ദാനം ചെയ്ത് അവിടെ പള്ളി പണിതു, പിരിവെടുത്ത് സ്ഥലം കൊടുത്തു, അവിടെ പിരിവെടുത്ത് പള്ളി പണിതു. അങ്ങനെ വികസിച്ച് പിന്നെ അവർ ആസ്തികളുണ്ടാക്കി എല്ലാം കാനോൻ നിയമത്തിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞ് മേടിക്കണതെല്ലാം അങ്ങോട്ട് അവരുടെ പേര് രജിസ്റ്റർ ചെയ്തു. നോ ഓഡിറ്റിംഗ്. മൈനോറിറ്റിയുടെ പേരും പറഞ്ഞ് ആർക്കാ മൈനോറിറ്റിയെ സംരക്ഷിക്കണ്ടേ? ഇവിടെ മനുഷ്യനെ സംരക്ഷിച്ചാൽ മതി. മൈനോറിറ്റിയെ സംരക്ഷിക്കും. ഇവിടെ ഇപ്പോൾ മൈനോറിറ്റി അല്ല, ആരും മൈനോറിറ്റി അല്ല, എല്ലാവരും മെജോറിറ്റിയാണ്.
പിന്നെ ഇവര് പിന്നെ ഓരോ ഓമന പേരുകൾ എടുക്കുക, കാനൂൺ നിയമം, മൈനോറിറ്റി സംരക്ഷണം എന്നൊക്കെ ഒരു വിശ്വാസം. ആരെങ്കിലും എന്തെങ്കിലും അറിയുമ്പോൾ അപ്പം ഇളവും എല്ലാം കൂടി. എന്തിനാ ഇളകണേ? ഇവിടെ നമുക്ക് പ്രൈമറി ആയിട്ടുള്ള സംഭവം നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നതാണ്. രാഷ്ട്രത്തിന് എതിരായിട്ട് ആരെന്ത് ചെയ്താൽ, ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം, രാഷ്ട്രത്തിനെതിരായി ചെയ്താൽ അതിന് നിയമം നടപടികൾ. അല്ലാതെ വിശ്വാസത്തിൻ്റെ അച്ഛൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നു ഇതൊക്കെ പറയുമ്പോൾ ഉടനെ അച്ഛന്മാരെല്ലാവരും കൂടി കൂടി, അല്ലെങ്കിൽ ബിഷപ്പ് കൂടി, ബിഷപ്പ് പോയി രാഷ്ട്ര പാർട്ടികളെ കണ്ടു, അങ്ങനെ ഓരോ പിരിക്കലാണ് ഇത്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. അല്ലെങ്കിൽ ചർച്ച് ആക്ട് എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തത്? കാരണം വേറൊന്നുമല്ല, ചർച്ച് ആക്ട് നടപ്പാക്കിയ പല സംഗതികൾക്കും വിരാമം വരും. ഓഡിറ്റിംഗ് ഇല്ലാണ്ടുള്ള പരിപാടികൾ. ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ ഓഡിറ്റിംഗ് ഇല്ലല്ലോ, എന്നെ കിട്ടുന്ന കാശ് മുഴുവനും വയ്ക്കുക. ആര് ചോദിക്കാൻ? ഞാൻ തന്നെ വിളമ്പുന്നു, ഞാൻ തന്നെ വെക്കുന്നു, ഞാൻ തന്നെ വിളമ്പുന്നു, ഞാൻ തന്നെ ഉണ്ണുന്നു. ഇത് തന്നെ ആര് ചോദിക്കാൻ? വല്ലതും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവർ വേറെ എന്തെങ്കിലും പ്രശ്നം എടുത്തിട്ട് അവിടെ കുളം കലക്കും. അല്ലെങ്കിൽ അച്ഛന്മാരെ പിടിച്ചതല്ല. അച്ഛന്മാരെ തല്ലിന്ന് പറഞ്ഞ വിശ്വാസികളുടെ കാര്യം പറയാനുണ്ടോ? 10, 9 എത്ര വർഷം പഠിച്ച് പാവങ്ങളെ പഠിച്ച് പട്ടം സ്വീകരിച്ച് ഇതായി കഴിഞ്ഞപ്പോൾ അവരൊരു ന്യായമായ കാര്യം പറഞ്ഞപ്പോൾ അവരെല്ലാം എടുത്തിട്ടും ശരിയാക്കി. ഈ ആൾക്കാരോ? ഇവരെ പറയണമെന്ന് ഒരു കാര്യമില്ല. ഈ സഭ എന്ന് പറഞ്ഞ ഒരു കുന്തമല്ല കേട്ടോ. വിശ്വാസികളില്ലെങ്കിൽ സഭയില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.